ഞങ്ങളെ മൂടുക എന്ന പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന കുന്നുകളോടും അവർ പറയും. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ് ഇത്. ഈ വാക്യം എഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ദൈവാരാധനയും വിട്ട്, ദൈവത്തെ മറന്നുകൊണ്ട് വിഗ്രഹത്തെ ആരാധിക്കാൻ ആരംഭിച്ചു. അല്ലെങ്കിൽ അവർ തീർത്തും വിഗ്രഹാരാധകരായി മാറി. അപ്പോൾ ദൈവം ഹോസിയ പ്രവാചകൻ വഴി അവരോട് അരുളി ചെയ്യുകയാണ്, ഏതാനും നാളുകൾ കഴിഞ്ഞ് നിങ്ങൾ എന്നെ മറന്ന് നിങ്ങൾ വിഗ്രഹത്തെ ആരാധിച്ചതുകൊണ്ട്, നിങ്ങൾ 1-ാം പ്രമാണം ലംഘിച്ചതുകൊണ്ട് അസിറിയ രാജാവ് നിങ്ങളെ ആക്രമിക്കും. അങ്ങനെ നിങ്ങൾ അടിമകളായി മാറും. മരണമാണ് ഭേദം എന്ന് നിങ്ങൾ വിളിച്ചു പറയും. ദൈവത്തിന്റെ ന്യായവിധിയുടെ കൊടുങ്കാറ്റിൽ തീവ്രവേദനയുടെ സമയത്ത് നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയും എന്ന് പറഞ്ഞാണ് ഹോസിയ 10:8 ദൈവം നമ്മളോട് പറയുന്നത്. ഞങ്ങളെ മൂടുക എന്ന് പർവ്വതങ്ങളോടും ഞങ്ങളുടെ മേൽ പതിക്കുക എന്ന് കുന്നുകളോടും അവർ പറയും. ഇതുപോലൊരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഇത് പുതിയ നിയമത്തിലെ ലൂക്കോസിന്റെ സുവിശേഷം 23:4 ഈ വാക്യം പറയുന്നത് യേശുക്രിസ്തുവാണ്. തന്റെ പിന്നാലെ വന്ന് കരഞ്ഞ സ്ത്രീകളോടാണ് യേശുക്രിസ്തു ഇതേ വാക്യം പറയുന്നത്. നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. ഏതാനും നാളുകൾ കഴിഞ്ഞ് ജെറുസലേം ആക്രമിക്കപ്പെടും. അതായത് രക്ഷകനെ നിരസിച്ചതിന്റെ ഫലമായി ജെറുസലേം ആക്രമിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ ആ വേദന, അതായത് ദൈവത്തിന്റെ ന്യായവിധിയുടെ ആ വേദനയിൽ നിങ്ങൾ വിളിച്ചു പറയും, മലകളെ ഞങ്ങളെ മൂടുക എന്നും കുന്നുകളെ ഞങ്ങളുടെ മേൽ വീഴുക എന്നും. ഇതേ വചനമാണ് ഹോസിയ 10:8 പറയുന്ന ഇതേ വചനമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ആവർത്തിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിൽ ഇത് ദൈവത്തിന്റെ ശിക്ഷ എന്ന് വിളിക്കാമെങ്കിൽ പുതിയ നിയമത്തിൽ ഇത് ശുദ്ധീകരണം എന്ന് വിളിക്കാം. രണ്ടും ഏകദേശം ഒരേ മെത്തേഡാണ്, എങ്കിലും രണ്ടിനും രണ്ടു പേരാണ്. ഒന്ന് ശിക്ഷ, പുതിയ നിയമത്തിലാവുമ്പോൾ അത് ശുദ്ധീകരണം. പക്ഷെ കാര്യം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ പഴയ നിയമവും പുതിയ നിയമവും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ന്യായവിധി ഒരു യാഥാർത്ഥ്യമാണ്. അതുണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ ക്രിസ്ത്യാനികളായ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവുള്ള ഒരാൾക്ക് മാത്രമേ ദൈവഭയം ഉണ്ടാവുകയുള്ളൂ. ദൈവം പിതാവാണ്, ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. ഇങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കെ തന്നെ ദൈവഭയം ഉണ്ടാകണം. അങ്ങനെ ദൈവഭയം ഉണ്ടാവണമെങ്കിൽ ന്യായവിധിയിൽ വിശ്വാസം അടിയുറയ്ക്കണം. കാരണം എല്ലാ വിശുദ്ധിയും എല്ലാ വിശുദ്ധ ജീവിതവും ആരംഭിക്കുന്നത് ദൈവഭയത്തിൽ നിന്നാണ്, പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവസ്നേഹത്തിലാണ്. അങ്ങനെ ഒരാൾക്ക് മാത്രമേ വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ വ്യക്തിയും യേശുവിനെ ആരംഭത്തിൽ അനുഭവിച്ചറിയുമ്പോൾ ദൈവഭയവും ഉണ്ടാകണം. ദൈവഭയം വളർന്നു വന്ന് അത് പിന്നെ ദൈവസ്നേഹത്തിൽ അടിയുറച്ചു നിൽക്കണം, പൂർണ്ണത വരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ വിശുദ്ധ ജീവിതം, ഹോളിനെസ് ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. ദൈവഭയത്തിൽ തന്നെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോളിനെസ്സിൽ വളരാൻ സാധിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് തരുന്നത് ഒരാളാണ്, പരിശുദ്ധാത്മാവ്. അവിടുന്ന് വന്ന് നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദൈവഭയം എന്തെന്ന് നിങ്ങളെ പഠിപ്പിക്കും. ദ ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. ഫിയർ ഓഫ് ഗോഡ് പെർഫെക്റ്റഡ് ബൈ ഗോഡ്സ് ലവ് വിൽ മേക്ക് യു സെയിൻസ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ദൈവഭയവും ദൈവസ്നേഹവും ഒരുമിച്ച് നിങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വിശുദ്ധരാവുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇതിന് നമ്മളെ സഹായിക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.